സാറിൻ്റെ കൂടെ അന്ന് സഹപാഠിയായിരുന്ന ഡോക്ടർ ഏലിക്കുട്ടി അവരിവിടെ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോളേജ് അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അവരും കൂടി ചേർന്ന് പങ്കുവയ്ക്കാം. ഞാനിങ്ങനെ സാറിൻ്റെ കോളേജ് കാലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാറ് കോളേജിലൊരു ഹീറോ ആയിരുന്നു എന്ന് ചോദിച്ചു. കാരണം റാങ്കൊക്കെ കിട്ടി കോളേജിൽ വരുന്നു. അന്ന് ഞാനൊരു ലേഡീസ് കോളേജ് സ്കൂളിൽ നിന്ന് ഞാൻ വന്നതാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു പരിഭ്രമമായിരുന്നു. എങ്കിലും ബാബുവിനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അന്ന് ഭയങ്കര പ്രസംഗക്കാരനാണ്. ഭയങ്കരമായിട്ട് തീപ്പൊരി പ്രസംഗം ഞാൻ പറയും. അങ്ങനത്തെ പ്രസംഗമൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാനും ബാബു ഒരു പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ ആ പള്ളി വെച്ചും അങ്ങനെ കാണും, പരിചയപ്പെടും എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഞങ്ങൾ 2 വർഷം പ്രീ ഡിഗ്രിയും പ്രീ പ്രൊഫഷണലും ഒന്നിച്ച് പഠിച്ചു. പ്രീ പ്രൊഫഷണലായപ്പം ബയോളജിയുടെ സമയത്ത് ബാബു മാത്സിന് പോകും. അല്ലാത്ത സമയത്തെല്ലാം ക്ലാസ്സുകൾ ഒന്നിച്ചായിരുന്നു. അന്ന് പിന്നെ എലിക്കുട്ടി ഒരു സുന്ദരിയായിരുന്നു. മുടി ഇങ്ങനെ എലിവാല് പോലെ കെട്ടിയിട്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഒരു ദിവസം കണ്ടത് വളരെ ഇതായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. ഞാനൊരു ദിവസം ചട്ടയും കൊണ്ടുകൊടുത്തു പോയി കോളേജിൽ. അത് എന്നോട് വന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്തു, നന്നായിരുന്നു എന്നുള്ളത്. ചട്ടയും കൊണ്ടുവന്ന് കൊടുത്ത കാര്യം കോളേജ് വരെ ധൈര്യപ്പെടുകയില്ല. പിന്നൊന്ന് എനിക്ക് എടുത്തു പറയാനുള്ള, പിന്നെ ഞങ്ങൾ കോളേജെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഓട്ടോഗ്രാഫ് എഴുതാനായിട്ട് ഹോസ്റ്റലിൽ കൊടുത്തയച്ചു. അപ്പം ബാബു എഴുതുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ബാബു എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതി. ഞാൻ ഇന്നത് നോക്കി, അതിൽ നല്ല ഉരുണ്ട അക്ഷരത്തിൽ എഴുതി ഒരു വാചകം. ആരെപ്പറ്റി എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഏലിക്കുട്ടി പഠിച്ചിരുന്നു. ഓമനത്തമുള്ള മുഖമുള്ള ഒരു പെൺകുടി. അത് ആ പെൺകുടി ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചില്ല ബാബുവിനോട് ആരെപ്പറ്റി. അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. ഞാനും എലിക്കുട്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഞാനൊരു യൂണിയൻ ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ അവിടെ ഞാൻ കോളേജ് കാലത്തെ പ്രണയസുരഭിലമായ ഒരു കാലത്തെക്കുറിച്ച് വെറുതെ ഒരു വാചകം പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി. കേട്ട പിള്ളേരൊക്കെ വിചാരിച്ചത് ഞാൻ എലിക്കുട്ടി എന്ന് പറയാൻ പറ്റും. കയ്യടിയും കൂവലും മാഡം. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു എലിക്കുട്ടിയെ അങ്ങനെ ആളായിരുന്നില്ല. ഞങ്ങൾ അന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലൊരു ഇൻ്ററാക്ഷൻ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഉണ്ടാകാനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നു. അന്ന് സാറിൻ്റെ കോളേജിൽ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലേ എഴുത്തുകാരൻ സാഹിത്യകാരനല്ലേ സേതു ഉണ്ടായിരുന്നല്ലേ? അദ്ദേഹം സാറിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ബൈറ്റ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ബാബുവിനെ ഞാൻ ആദ്യം കാണുന്നത് ഒരു 55-56 കാലഘട്ടത്തിൽ, 56-57 കാലഘട്ടത്തിൽ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോഴാണ്. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ബാച്ച്. അപ്പോൾ നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന ഒരു സാധാരണ ഇടത്തരം പയ്യന്മാർ. ആ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ബാബുവിന് ചുറ്റും അന്ന് ഒരു പ്രഭാവലയം ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, അറിയപ്പെടുന്ന പിശുക്കന്മാരായ മാഷന്മാരാണ് ഈ മാർക്കുകൾ ഇട്ടിരുന്നത്. ഇന്നത്തെ പോലെ കണ്ടമാനം മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇത്രയധികം മാർക്ക് മേടിക്കുന്ന ജാലവിദ്യ എങ്ങനെയാണ്? അതൊരു വലിയ അത്ഭുതമായിരുന്നു. എനിക്ക് തോന്നിയുള്ള ബാബുവിനെ ഒരിക്കലും ഒരു ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയറോ ആയിട്ട് എനിക്ക് അക്കാലത്ത് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ബാബു പോൾ ഒരു വലിയ പ്രൊഫസറാകുമെന്നായിരുന്നു. പക്ഷേ ബാബു പോൾ പ്രൊഫസറായില്ലെങ്കിലും പിന്നീട് പല രംഗങ്ങളിലും വെറും IAS കാരനപ്പുറമായി ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം വാഗ്മിയായിരുന്നു. അപ്പോൾ എന്നോടൊപ്പം ഒരു കൊല്ലേ ബാബു പഠിച്ചിട്ടുള്ളെങ്കിലും അന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് എവിടെയോ ചെന്ന് എത്തേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷേ എവിടെ ചെന്ന് എത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു ബോധമുണ്ടായിരുന്നില്ല. അത് എത്തേണ്ട സ്ഥലങ്ങളെല്ലാം അദ്ദേഹം എത്തിപ്പെട്ടു. ഇപ്പോൾ സാറ് എത്തിയ പോലെ തന്നെ അദ്ദേഹം വലിയ സാഹിത്യകാരനായി. വലിയ സാഹിത്യകാരനേക്കാൾ വലിയ സാഹിത്യം. ഈയിടെ കാനഡയിൽ പോയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അയച്ച സാഹിത്യകാരന്മാരുടെ സംഘത്തിൽ എൻ്റെ മാധ്യമത്തിൽ കാനഡയിലെ യാത്രകളെക്കുറിച്ച് എഴുതിയിരുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈബ്രറി എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ കൊച്ചുമക്കളിൽ ആരെങ്കിലും വൈദികരായെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ അവർക്കെടുക്കാം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ പുസ്തകങ്ങളും ആലുവ UC കോളേജ് ലൈബ്രറിക്ക് കൊടുക്കണം
അവിടെ ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുണ്ട്. ആ സ്ഥാപനം എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ ദക്ഷിണയായിട്ട് എൻ്റെ പുസ്തകങ്ങൾക്ക് അവിടെ കൊടുക്കണമെന്നാണ് എൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആലുവ കോളേജിൽ ഞാൻ കുറച്ച് കാലത്തെ ഗവേണിംഗ് ബോഡിയിൽ നോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു യോഗത്തിൽ ചെന്നപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ്. അവിടെ പഴയ കെട്ടിടമുണ്ട്. ആ കെട്ടിടം ഇടിഞ്ഞ് പോകാൻ സമയം 200 കൊല്ലം പഴക്കമായി. അവിടെ ഈ പൈസ വാങ്ങിക്കാത്ത കോളേജാണ്, അതുകൊണ്ട് അവർക്ക് പണമില്ല. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഈ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഈ കെട്ടിടം എങ്ങനെയാണ് പൊളിക്കേണ്ടത്, പിന്നെ അതെന്ത് ചെയ്യും, പിന്നെ കെട്ടാൻ ബാക്കി പൈസ എവിടെ നിന്നുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. അന്ന് അതിൻ്റെ ആലുവ കോളേജിൻ്റെ ഒരു പ്രത്യേകത, അധ്യാപകരാണ് അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ഞങ്ങളുടെ ഗുരുവായിരുന്ന CT ബെഞ്ചമിൻ സാർ ഈയിടെ മരിച്ചു പോയത്. ബെഞ്ചമിൻ സാറ് ആണ് അപ്പോൾ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് പഴയ കെട്ടിടമാണ്, ഇത് പൊളിക്കരുത്. അപ്പോൾ അദ്ദേഹം, ഞാൻ അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്തെ ഒരു വിദ്യാർത്ഥിയെ നോക്കുന്ന അതുപോലെ തന്നെ അദ്ദേഹം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, പൊളിക്കരുതെന്ന് പറയാൻ എളുപ്പമാണ്, എന്ത് ചെയ്യണമെന്ന് കൂടെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം ഒരു ബുദ്ധി തോന്നി. ഞാൻ പറഞ്ഞു, ഇൻ വൺ ഓഫ് മൈ ഇൻകാർണേഷൻസ് ഐ ആം സെക്രട്ടറി ഫോർ കൾച്ചർ. അപ്പോൾ ഈ പുരാവസ്തുവായിട്ട് ഇത് ഡിക്ലെയർ ചെയ്ത് ഞാൻ മെയിൻ്റനൻസ് നടത്തിക്കൊള്ളാം. അപ്പോൾ പറഞ്ഞു, ആ ക്ലാസ് നടത്തണമല്ലോ, ഞങ്ങളുടെ മുറി കളയാനൊക്കില്ല. ഞാൻ പറഞ്ഞു, അതിന് അഗ്രിമെൻ്റ് പ്രൊവിഷൻ ഉണ്ടാക്കാം. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റണ്ണിങ് കോളേജ്, പ്രൈവറ്റ് കോളേജ് ക്ലാസ് നടത്താനുള്ള അനുവാദത്തോടുകൂടെ സർക്കാർ മെയിൻ്റനൻസ് നടത്തിയ ആർക്കിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ് ആലുവ കോളേജിലെ പഴയ കച്ചേരി കെട്ടിടം.